അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒരു യാത്രയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊരു കപ്പ മരമുണ്ട്. ഇവിടെ ഒരു വാഴ കുലച്ച് ഞാൻ രാവിലെയും വൈകുന്നേരവും വെള്ളം നനച്ചു കൊടുക്കും. അതിൻ്റെ കുണ്ടക്കും നനക്കും, ആ കൊലക്കും നനച്ചു കൊടുക്കണം. എന്നാലേ ഈ വണ്ണം വെക്കുള്ളൂ. അപ്പോൾ എപ്പോഴും വേനൽക്കാലമായ പ്രത്യേകിച്ചും, വർഷത്തിലാകുമ്പോൾ കൊലക്ക് നനക്കണ്ട, വേനൽക്കാലമാകുമ്പോൾ കൊലക്ക് നനച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കൊല കൊലച്ചിട്ട് അതിൻ്റെ അപ്പോൾ ഞാൻ എൻ്റെ ചീരത്തോട്ടത്തിൽ വന്നു. ചീര ഞാൻ കുറച്ച് പറിച്ച് വെച്ചു കേട്ടോ. എന്നുവെച്ചാൽ തേച്ച് നമുക്ക് അങ്ങനെ അധികം വേണ്ടല്ലോ. 2 ദിവസം കഴിക്കുമ്പം തന്നെ മടുക്കും നമുക്ക് എന്തെന്നായാലും. അപ്പോൾ പിന്നെ ഇത് പൂത്തു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട് കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പീച്ചിങ്ങയാണ്. ഇതെല്ലാം ഇങ്ങനെ എല്ലാം പന്തലുമ്പിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളം നനയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഫുള്ള് ഒരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് പീച്ചിങ്ങയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓല മറക്കി കൊടുക്കണം. ഭയങ്കര വെയിലല്ലേ, പറമ്പിലല്ലേ. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വല്ലാതെ വെയിൽ വരുന്ന ആ ഭാഗത്ത് ഇങ്ങനെ മറക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഒന്നും വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതെൻ്റെ വെള്ളേരിയാന്ന് കേട്ടോ. ഇതെൻ്റെ വെള്ളേരിയാന്ന് കേട്ടോ. ഇതെല്ലാം ഉണ്ടായതൊന്നും കാണാനായില്ല. ഞാനങ്ങനെ നോക്കലൊന്നുമില്ല. കുറച്ച് കഴിയുമ്പം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് വെള്ളേരിത്തോട്ടം. ഇതെല്ലാം എൻ്റെ എന്താ പറയുക, ഭയങ്കര ഒരു കഠിനാധ്വാനം എന്നേ പറയാനുള്ളൂ. എനിക്ക് ഇതിനോട് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ്. പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ വളം ചെയ്യേണ്ടതും എല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഈ വെണ്ട കൃഷി ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് അധികം നട്ടിട്ട് എനിക്ക് അങ്ങനെ പിടിച്ചിട്ടില്ലേക്കല്ല. എന്നാലും നമ്മളാവശ്യത്തിനുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട ഒരു ചുവന്ന വെണ്ടയ്ക്കാന്ന്. അതെല്ലാം തനിയെ വിത്ത് വാങ്ങിയ കൂട്ടത്തിന് തനിയെ വന്നതാണ് ചുവന്ന വെണ്ടക്ക. നമുക്ക് മാത്രമുണ്ട്. മുമ്പെല്ലാം ഞാൻ വെണ്ടക്ക നമ്മളത് ആവശ്യം കഴിച്ചാൽ വിൽപ്പനക്ക് കൊടുക്കലുണ്ട്. ഇതെല്ലാം അങ്ങനെ ഇല്ല. അപ്പോൾ ഇതെൻ്റെ പാവലാണ്. പാവൽ നല്ലോണം പടന്നിട്ടുണ്ട്. ഇനി അതിന് കൂട്ടിയിട്ട് കൊടുക്കണം പന്തൽ. അത് ഇട്ടതെല്ലാം നിറഞ്ഞു പോയി. അപ്പോൾ ഇത് മത്തൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് എനിക്ക് മത്തൻ ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഉണ്ടായി കിട്ടും. നല്ലോണം വെള്ളം ഒഴിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഇത് കാഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇത് മത്തനാണ്. പൂവെല്ലാം വരുന്നുണ്ട്. പൂവ് വരുന്നുണ്ട്. അതിന് ഓരോരോ മുടിയെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. പയർ കുറച്ചേ ഉള്ളൂ. നമ്മളാവശ്യത്തിന് കിട്ടും. പയറിൽ അത്രയേ, അതിന് ഒരുപാട് പണിയാണ്. അതിനിങ്ങനെയെല്ലാം വെച്ച് കൊടുക്കലോ. ഇതിൻ്റെ അകത്ത് വന്നാലുണ്ടല്ലോ, ഇതിങ്ങനെ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടമാണ്. അതാണ്. ഇതിനും ഇങ്ങനെ ഓല മറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തുനിന്ന് മറക്കി കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം നല്ല പണിയുണ്ട്. അവിടെയെല്ലാം വിരിയുന്നുണ്ട് കേട്ടോ. ചെറുത് വിരിഞ്ഞ് വരുന്നുണ്ട്. ഏതായാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന അതിനൊരു ഗുണം തന്നെയല്ലേ. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ മറക്കി കൊടുത്ത് ഞാൻ രാവിലെയും വൈകുന്നേരവും ഇതിൻ്റെ പണി കഴിഞ്ഞാലേ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുള്ളൂ. പച്ചക്കറി എല്ലാം നോക്കി അതിന് വെള്ളമെല്ലാം നനച്ച് അതിൻ്റെ എല്ലാം ഇതെല്ലാം പിടിച്ചെല്ലാം വെച്ച് അങ്ങനെയെല്ലാം ആക്കി എന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും പണിക്ക് നോക്കുള്ളൂ. ഇവരെയാണ് ആദ്യം പരിചരിക്കൽ. ഇത് 2-3 മുളക് തൈ ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ മുറ്റത്തിങ്ങനെ നട്ടതാണ്.
ഇതെൻ്റെ ഒരു ചെടിയാണ് കേട്ടോ. കണ്ടാ, നല്ലൊരു എന്താ പറയുക, ഇതിങ്ങനെ വിരിഞ്ഞിട്ട് കാണാൻ നല്ല സ്റ്റൈലുണ്ടേ. എന്തോ ഒരു കൊന്നയാ, മണിക്കൊന്നയോ എന്തോ പറഞ്ഞു. നല്ല അടിപൊളി രസമുണ്ട് കാണാൻ, വിരിഞ്ഞിട്ടിങ്ങനെ കാണാൻ. സപ്പോട്ടയെല്ലാം വിരിയുന്നത്രേ. കുറച്ചാദ്യം വിരിഞ്ഞതിൻ്റെ മേലെ ഉണ്ട്, ഇനി രണ്ടാമത് വിരിയണം. അതേ നല്ലോണം വേനൽക്കാലാകുമ്പോഴുള്ളതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.